നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹമീദ് കയുടെ അടുത്താണുള്ളത്. നമ്മുടെ ഹമീദ് കെ ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വന്നിട്ടുള്ള ആരോടും തന്നെ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്തൊരു മുഖമാണ്. ശരിയല്ലേ? ആണ്. ഏ? അങ്ങനെ തന്നെ നിങ്ങൾ താങ്ക് യു, പറഞ്ഞു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ഒരു വാക്കിലൂടെയാണ് അവിടെ മൊത്തം ഇങ്ങനെ ഓടി നടക്കുന്നത്. ശരിക്കും ഹമീദൊക്കെ എത്ര വർഷമായി ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറുമായിട്ട്? അത് ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് 2001 ആ. 2001 ഇവിടുത്തെ വിസ അടിച്ചു വന്നത്. പക്ഷേ 2002 മുതലാണ് നമ്മൾ ഇതേറ്റ് Connect കൂടി. ആവുന്നത്. കാരണം അന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഉം. ഷാർജ കൾച്ചർ ഇൻഫർമേഷൻ ആയിരുന്നു. ഉം. അതിൻ്റെ അകത്തായിരുന്നു വരില്ല. പിന്നെ 2014 ഉം. ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഉം. പക്ഷേ 2002 മുതലേ ഇതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ 2014 ശേഷമാണ് ഉം. സജീവമായിട്ട് ഒരു 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 ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടി. മറ്റ് പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. ഉം. ഇത് മോഹനേട്ടൻ്റെ ഒരു ചിറകിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ട് ആ. അങ്ങനെയാണ് നാലാൾ അറിയപ്പെടാൻ തുടങ്ങിയതും. പിന്നെ 2017-18 കാലഘട്ടത്തിലാണ് ഉം. മോഹനേട്ടൻ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത്. ഈ പുസ്തക പ്രകാശനത്തിനായി മലയാളികൾ മാത്രമായിട്ടൊരു ഏരിയ കൊണ്ടുവന്നത്. ഉം. അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര വിപുലമായിരുന്നില്ല. ഉം. അപ്പോൾ അത് എന്നെ ഏൽപ്പിച്ച ഒരു ജോലി നമ്മൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളത്. അത് മോഹനേട്ടൻ്റെ ഉപദേശപ്രകാരം മാത്രം. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തെറ്റാൻ പറ്റില്ല. തെറ്റാൻ മൊത്തം പരിപാടി പാളും. ഉം. ഉം. അതായിരുന്നു എൻ്റെ സത്യം. ഉം. ഈ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വന്ന് ആൾക്കാരെ ഇടപെടുമ്പോൾ അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എന്താണ്? ഫീഡ്ബാക്ക് അതിപ്പോൾ അങ്ങനെ നന്നായി എന്നും പറഞ്ഞിട്ട് എല്ലാവരും പോകുള്ളൂ. കാരണം നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കേൾക്കാനോ അല്ലെങ്കിൽ ആ പ്രശംസയൊക്കെ ഉള്ള സമയമില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളവിടെ ജോലി ചെയ്യുന്നത്. നമ്മളൊരാളെ ഏൽപ്പിച്ചത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങളായാലും ആരായാലും 25 മിനിറ്റ് അത് ഏറ്റവും വിലപ്പെട്ടതാണ്. അവരുടെ പുസ്തകത്തിനാണ് പ്രാധാന്യം. അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ, അതായത് ഒരു അതോറിറ്റിൻ്റെ കീഴിലുള്ള ഒരു വ്യക്തി എന്നുള്ളവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. ആരും ഇന്നൊരു പരിഭവമോ പരാതിയോ അല്ലെങ്കിൽ സങ്കടമോ പറഞ്ഞിട്ട് ഇന്നലെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഭാഗത്തുള്ള ഒരു വിജയം. പക്ഷേ നമ്മൾ എപ്പോഴും ബുക്ക് ഫെയറിൽ വരുമ്പോഴേക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരുമ്പോൾ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഹമീദ് ക. അപ്പം ഹമീദ് കയുടെ അടുത്ത് പലരും ഒരു സ്നേഹത്തോടെ എൻ്റെ ഇക്കയാണ് അല്ലെങ്കിൽ ഒരു നമുക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിലൊരാളാണെന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല അത് അത്രയും സ്വീകാര്യനായ, ഇപ്പം മോഹനേട്ടൻ കഴിഞ്ഞ അത്രയും സ്വീകാര്യനായ ആ ബുക്ക് ഫെയറിലുള്ള ഒരാൾ ഹമീദ് മാത്രമാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതെങ്ങനെ അത് സംഭവിച്ചു? അത് നമ്മൾ ആരായാലും നമ്മൾ ഏത് വ്യക്തിയായിട്ട് അവരെടുക്കുന്ന ഏത് മേഖല ആയിക്കോട്ടെ ആ മേഖലയെ നമ്മൾ ഇഷ്ടപ്പെടണം, അതിനെ സ്നേഹിക്കണം, അതിനെ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുള്ള ഒരു ഉത്തമ ബോധ്യം കൂടെ വേണം. അപ്പം നമുക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും പറന്ന് നടക്കാൻ പറ്റും. പിന്നെ ഇത് വിജയിപ്പിക്കണമെന്ന് മാത്രമല്ല വരുന്നവരെ സന്തോഷിപ്പിക്കുകയും വേണം എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം. നമ്മളും സന്തോഷവാനായിരിക്കണം. അപ്പം നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റും. എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും മാറും. ഓരോ ദിവസവും വ്യത്യസ്തമായ ആൾക്കാരിലാണ്, വ്യത്യസ്തമായ സ്വഭാവക്കാരിലാണ്, വ്യത്യസ്തമായ പുസ്തകങ്ങളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും മാറ്റി നല്ലൊരു രീതിയിലാക്കി വരാൻ പറ്റും. ഇത് ഫസ്റ്റിൽ ഹമീദ് ക എപ്പോഴാണ് യു എയിലെത്തുന്നത്? 1995 ഞാനിവിടെ ഒരു ഈ ലബനീസിൻ്റെ ഒരു സ്വീറ്റ്സ് കട ഉണ്ട്. അവരെ വിസക്കാണ് ആദ്യം വന്നത്. എന്തായിരുന്നു ആ സ്വീറ്റ്സ് കടയിൽ? സ്വീറ്റ്സ് കടയിൽ അസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ ഈ അറബി ലബനീസ് സ്വീറ്റ്സ് ഉണ്ടല്ലോ, ബഗ്ലാവ, കുനാഫ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്ന അസിസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ അതിൻ്റെ ഒരു പണിക്കാരനായി വന്നു. പക്ഷേ പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ എനിക്ക് അവിടെ ക്യാൻസലാക്കി പോകേണ്ടി വന്നു. അങ്ങനെ 99 ക്യാൻസലാക്കി പോയി. പിന്നെ 2 വർഷക്കാലം നാട്ടിൽ സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് വീണ്ടും എൻ്റെ മാമൻ എന്നെ അങ്ങോട്ട് തിരിച്ചുകൊണ്ടിരുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം മാമൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? മാമൻ ഇപ്പോഴും ഉണ്ട്. അത് ശരി. അപ്പം ഇപ്പോഴും മാമനുണ്ട്? ഉണ്ട്. അടിപൊളി. അപ്പം അങ്ങനെയാണ് ഇതിലോട്ട് എത്തുന്നത്. ഈ ബുക്ക് ഫെയറുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം വല്ലാതെ എല്ലാവരെയും വിഷമത്തിലാക്കിയ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. 2024. അത് ആ സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? ഇപ്പോൾ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷമം ഇപ്പോഴും മനസ്സിലുണ്ട്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ, അത് നമ്മൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ പിന്നെ എൻ്റെതായ ചില
മോശം രീതിയിലുള്ള പ്രവൃത്തി കൊണ്ടാണെന്നും പറയാം. അങ്ങനെ അങ്ങനെ മോശം രീതിയിലാ? കാരണം നമ്മൾ പുകവലി ഉണ്ടായിരുന്നു. ആണോ? ആ പുകവലി നമ്മളിപ്പോൾ പറയുമ്പോൾ പറയണമല്ലോ, ആ. പുകവലി ഉണ്ടായിരുന്നു. അത് പിന്നെ 10-42 വർഷം കൂടെ കൊണ്ടുവരുന്നു. പക്ഷെ അത് വളരെ രഹസ്യമായിരുന്നു. കൂടെ ഉള്ളവർക്കൊന്നും അറിയാത്ത രീതിയിൽ രഹസ്യമായി പുകവലിക്കുമായിരുന്നു. ചെറുതിലേ ഉള്ള ശീലം. പക്ഷെ അത് മാറ്റിയോ? ഓ, അതൊക്കെ മാറ്റി. ഇപ്പം അതൊക്കെ മാറ്റി. ഇപ്പം പിന്നെ ഒരു പുതു മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവിച്ചു കൊടുക്കും, പുകവലി ഇല്ലാത്തൊരു മനുഷ്യനായിട്ട്. അത് ശരി. അത് ഈ ശീലങ്ങൾ മാറ്റുമ്പോൾ നമുക്ക് എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടാകാം? അതിനെ നമ്മൾ വേണ്ട എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈസ് ക്ലബ്ബി ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇത് വേണോ, ഒന്ന് നോക്കാം, അല്ലെങ്കിൽ നാളെ വേണ്ട എന്നുള്ള ഒരു രണ്ട് തോണിൽ കാലത്തുനിന്നുള്ള സഞ്ചാരം ഉണ്ടല്ലോ, ആ രീതിയിലുള്ള പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ മനസ്സും ശരീരവും തളരും. നേരെ മറിച്ച് നമ്മൾ ഉറച്ച തീരുമാനത്തിൽ നിന്നിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മനസ്സിനെയും ശരീരത്തിനും ഉന്മേഷവനാക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരെ എല്ലാവരും കൂടെ കൂട്ടിച്ചേർക്കുക, എല്ലാവരുമായിട്ട് എന്താണ് ഒരുമിച്ച് ഗസല് അങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ പിന്നെ ഹമീദൊക്കെ എപ്പോഴും കാണുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ഈ സംഗീതത്തോട് നമുക്ക് പാടാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാനറിയാം? ഇത് ആസ്വദിക്കാൻ കഴിയും. ആസ്വദിക്കാൻ കഴിയുമെന്ന പാടുന്നവരും എഴുതുന്നവരും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. എന്നെ തമ്പുരാൻ അതിനാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് എനിക്കിഷ്ടമാണ്, ആസ്വദിക്കാൻ. അപ്പോൾ പാടുന്നവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കും. അതിന് എന്നാൽ കഴിയുന്ന രീതിയിൽ അതിലേക്ക് വരുന്ന സഹായ സഹകരണം ചെയ്തു കൊടുക്കും. അത് ഇവിടെ ആയാലും നാട്ടിലായാലും. ശരി. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കോഴിക്കോട്. കോഴിക്കോട്. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് കോഴിക്കോട് കുറ്റിച്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കോഴിക്കോടിൻ്റെ പടിഞ്ഞാറ്, അത് റെയിൽവേൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തീരദേശ മേഖലയാണ്. വലിയങ്ങാടി, അൽവ ബസാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ പരമ്പരാഗത വ്യാപാര വ്യവസായ മേഖലയിലാണ്. ശരി. ആ കുട്ടിക്കാലത്തെ കുറിച്ച് ഇപ്പൊ ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു? മധുരം. അതിപ്പോൾ ആരോട് ചോദിച്ചാലും മധുരം മാത്രമാണ്. ദാരിദ്ര്യവും പട്ടിണിയും വിഷമവും നിറഞ്ഞതാണെങ്കിലും ഇന്നും അത് മനസ്സിൽ മധുരം സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും പകർത്തെടുക്കുക എന്നുള്ളത്. നമ്മളെ കൂട്ടുകാർ, വീട്ടുകാരായാലും അയൽവക്കക്കാരായാലും തരും. അത് അവരെന്തെങ്കിലും നെയ്യിട്ട് വെച്ചിട്ടുണ്ട്. നെയ്യിട്ട് വെച്ചെന്ന് പറഞ്ഞാൽ നെയ്ച്ചോറാവാം, അല്ലെങ്കിൽ നെയ്ത്ത പത്തിരി ആവാം. അപ്പോൾ അതൊക്കെ പരസ്പരം കിട്ടും. കാരണം അത് എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിൽ കിട്ടും. വളരെ സന്തോഷം. പകർത്ത് കൊടുക്കുക എന്നുള്ളത് അന്നുണ്ട്. ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴും ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പം താമസിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ചത് അവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ്. പക്ഷേ ഈ 10 കിലോമീറ്റർ അപ്പുറം ഞാൻ താമസിക്കുന്നത് എന്നെ വന്ന് അന്വേഷിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ മുമ്പ് ജനിച്ചു വളർന്ന ആ ഭാഗത്ത് വന്നാൽ തന്നെ ഇപ്പോൾ അറിയുള്ളൂ. അവിടെ തങ്ങൾസ് റോഡ്, ചാപ്പിൽ നിന്ന് തങ്ങൾസ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് പടിഞ്ഞാറ് ഭാഗത്താണ്. അവിടെ എപ്പോഴും കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരെയൊക്കെ ഇപ്പോഴും ഓർക്കും. വൈകുന്നേരം നമ്മൾ സംഗമിക്കുന്ന സ്ഥലമാണ് കുറ്റിച്ചിറ. ചാമ്പ്യനോട്ടിൽ പോയിട്ട് വൈകുന്നേരം ചായ കുടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടിലെ വലിയൊരു, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വലിയൊരു ശ്മശാനമാണ് കണ്ണമ്പറമ്പ് ശ്മശാനം എന്ന് കേട്ടിട്ടുണ്ടാവും. പ്രഗൽഭരും അപ്രഗൽഭരും ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്, മൺമറിഞ്ഞ്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല ഇരിക്കാനുള്ള പിന്നെ സിമെൻറ്റ് സീറ്റും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നടക്കാനുള്ള പാതൊക്കെ ഉണ്ട്. അവ കിടന്ന് പിന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളോട് ഇരുന്നിട്ട് കഥകൾ പറയും, പാട്ട് പാടും, പിന്നെ മറ്റുള്ള സ്വറകൾ പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ അത് അവിടെ കേൾക്കുന്നവർക്ക് കേൾക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അവർക്കൂടെ നമ്മളൊരു സന്തോഷം കൊടുക്കുന്നു. ഞാൻ മാത്രമല്ല, കുറേ പഴയ ആൾക്കാർ അവിടെ ഉണ്ട്. പല രീതിയിൽ അവിടെ വരുന്നത്. ഇപ്പോൾ ഇന്നവിടെ വിപുലീകരിച്ചു. കാരണം ഇന്നിപ്പോൾ പിന്നെ ഈ വൈകുന്നേര കച്ചവടം, പല രീതിയിലുള്ള കച്ചവടം ഉണ്ട്. ചായ, സമൂസ, പലവിധ പലഹാരക്കടികളും അവിടെ ഒന്നങ്ങ് കിട്ടും. എൻ്റെ പേരാണ് പിന്നെ കോതിപ്പാലത്തിൻ്റെ അടുത്ത്. കോതിപ്പാലം കോഴിക്കോട് വന്നാലും നിങ്ങൾക്ക് ആസ്വദിക്കാം, അനുഭവിച്ചറിയാം. തീർച്ചയായിട്ടും. ഏത് വർഷമായിരുന്നു കല്യാണം? കല്യാണം 97 മെയ് 25. എത്ര മക്കളാണ്? 3 മക്കൾ. 2 ആൺകുട്ടികൾ. ഒരാൾ ഗ്രാഫിക് ഡിസൈനർ, ഒരാൾ പിന്നെ ഇന്റീരിയർ ഡിസൈനർ, പിന്നെ ഒരു മകള് പിന്നെ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്നു. മൂന്ന് മക്കളാണ്. മൂത്ത മകനെ കല്യാണം കഴിഞ്ഞു. ആ കുട്ടി അക്കൗണ്ടന്റ് പഠിച്ച് ഇപ്പോൾ ജോലിയിലുണ്ട്. ഓക്കെ. അപ്പം മൂത്ത മകനും മരുമകളും ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ മകനും ഉണ്ട് കൂടെ. ഉണ്ട്. 2 മക്കൾ ഇവിടെ ഉണ്ട്. ഭാര്യ ഉണ്ട്. നമ്മൾ 5 പേര് ഇവിടെ ഉണ്ട്. മകൾ മാത്രം നാട്ടില്. അത് ശരി. അപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മുടെ കല്യാണത്തിന് മുമ്പായിരുന്നോ നല്ല അടിപൊളി, അതേ കല്യാണത്തിന് ശേഷമാണോ അടിപൊളി? അതിപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയായാലും നമ്മൾ കൂട്ടിലടക്കപ്പെട്ടതാണല്ലോ കല്യാണത്തിന് ശേഷം. പക്ഷേ ഇന്നും ഞാനത് ആസ്വദിക്കുന്നുണ്ട്. ഇത് കൂട്ടിലടക്കപ്പെടാത്ത എൻ്റെ കൂട്ടുകാരായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ രീതിയിലുള്ള സൗഹൃദങ്ങളും ആ കൂടിക്കാഴ്ചയും ആ പോക്കും ആ ടൂർ പോക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. കുടുംബമായിട്ട് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരേറ്റ് പോകും, കുടുംബമായിട്ട് ടൂർ പോകും, കുടുംബമായിട്ട് രണ്ട് തട്ടിലാണെങ്കിലും സന്തോഷമാണ്. ഈ നമ്മുടെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് കേൾക്കുമ്പം എന്താണ് മനസ്സിൽ വരുന്നത്? സന്തോഷം.
സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഊർജ്ജം തരും. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിലോ കഴിഞ്ഞ വർഷം കണ്ടു പിരിഞ്ഞവരെല്ലാം ഈ വർഷം കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പിരിയുന്നത്. ഇപ്പോൾ സാജിബായിക്ക് തന്നെ അറിയാം, സാജിബായി എത്ര കൊല്ലം ഇപ്പോൾ അവിടെ വരുന്നു, തീർച്ചയായിട്ടും. നമ്മളെ കാണുന്നു. സാജിബായി ഇങ്ങനെ ഒരു പിന്നെ വെളിച്ചപ്പാടിനെ പോലെ നമുക്ക് തോന്നുമെങ്കിലും, കാരണം പല രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ പോണത്. പക്ഷെ ഒരു മിന്നൽ പോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും നിങ്ങളെ കാണാം. കാരണം എന്താണ് ഈ ഇതേ ചിരിച്ച മുഖം. അപ്പോൾ അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് നിങ്ങളോടിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവിടെ വരുന്നവർക്കൊക്കെ ഈ സുഖം സന്തോഷം അറിയാം. തീർച്ചയായിട്ടും. അപ്പം അടുത്ത നവംബർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇല്ലേ? ആ നവംബറാണ് വീണ്ടും താങ്ക് യു എന്നുള്ള ഒരു പ്രത്യേക വൈബിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ വരുന്ന എഴുത്തുകാരോട് പേഴ്സണലി ഇത് കഴിഞ്ഞിട്ട് കുറേ കണക്ഷൻസ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ എങ്ങനെയാണ് വീണ്ടും കണക്ട് ചെയ്യുന്നത്? ഇവിടെ ഉള്ള നാട്ടിലുള്ള എഴുത്തുകാരായിട്ടൊന്നും വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഇവിടെ ഉള്ള എഴുത്തുകാർ അത് കഴിഞ്ഞാൽ അവരുടെ പിന്നെ പരിപാടിക്കൊക്കെ വിളിക്കും. ഇത് കഴിഞ്ഞാൽ തന്നെ ഈ നവംബർ കഴിഞ്ഞാൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരിലൊക്കെ പുസ്തക ചർച്ചകൾ വെക്കും. അപ്പോൾ അതിലൊക്കെ എന്നെ വിളിക്കും. അപ്പോൾ ഞാനും പോവും. ഞാനും മാത്രമല്ല, നമ്മളിവിടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പോകും. നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിൽ നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയും. കാരണം എഴുത്തിൻ്റെ മികവിനെ പറ്റി പറയാൻ വളർന്നിട്ടില്ല, എന്നിരുന്നാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് അതിനുവേണ്ടി സഹായം ചെയ്തു. ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഹമീദൊക്കെ ഒരു പുസ്തകം എഴുതുന്നു. അല്ല, എഴുതണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. കാരണം പറഞ്ഞാൽ അതിന് മാത്രം അനുഭവങ്ങളുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഗൾഫിൽ വന്നതും ഈ പുസ്തകമേളയിൽ നമുക്ക് കാണാൻ പറ്റിയതും എന്നൊക്കെയാണ്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമലഹാസൻ, മമ്മൂട്ടി, AP ഉസ്താദ്, പിന്നെ നമ്മുടെ APJ അബ്ദുൽ കലാം, ഇവരൊക്കെ നേരിട്ട് തൊട്ടടുത്ത് കാണാനും അവരൊക്കെ നമ്മൾ അടുത്ത് നിന്നിട്ട് സംസാരിക്കും. അവരെ വായിന്നുള്ള അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള. അതുപോലെ കാണാനും കേൾക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അവരോടൊക്കെ പിന്നെ എൻ്റെ കൈ കൊണ്ട് ചായ വെള്ളമൊക്കെ കൊടുക്കാനുള്ള സൗകര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബുക്ക് ഫെയറിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരെന്താണ്? അത് നമ്മളെ പിന്നെ ഇവിടുത്തെ സുൽത്താൻ തന്നെ, ഷാർജ ഭരണാധികാരി. ആ സുൽത്താൻ, കാരണം പറഞ്ഞാൽ സുൽത്താൻ അവിടെ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. സുൽത്താൻ പിന്നെ പരമ്പരാഗതമായിട്ടുള്ള പിന്നെ ഈ ജീവിത രീതികളൊക്കെ നടത്തുന്ന കൾച്ചർ പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഒക്കെ എല്ലാത്തിനും പേര് നാടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയും നാടകം പറഞ്ഞാൽ പോയി സിനിമ, TV ഇതൊക്കെ. പക്ഷെ എന്നിരുന്നാലും ഇന്നും ഈ വർഷവും യാതൊരു മുടക്കമില്ലാതെ ഈ മാർച്ച് 24 മുതൽ 31 വരെ ഷാർജ അന്താരാഷ്ട്ര നാടകോത്സവം നടന്നിട്ടുണ്ട്. അറബ്സിൻ്റെ. അപ്പോൾ ആ ഷെയ്ഖ് സുൽത്താൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ ഷാർജ ഹെറിറ്റേജ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ അത് നടക്കാറുണ്ട്. അതും ഷെയ്ഖിൻ്റെ നേതൃത്വത്തിലാണ്. ഈ പുസ്തകമേള 2 പുസ്തകമേള ഉണ്ടാവും. ഒന്ന് ചിൽഡ്രൻസ് ഉണ്ടാവും, ഒന്ന് പിന്നെ വലിയ പുസ്തകങ്ങൾ. ഇത് രണ്ടും ഷെയ്ഖിൻ്റെ നേതൃത്വത്തിലാണ്. കാരണം ഷെയ്ഖിന് ഇതിനോടെല്ലാം വളരെ ആത്മാർത്ഥ താല്പര്യമാണ്. അപ്പോൾ അതിൻ്റെ കീഴിലുള്ള ആൾക്കാരുടെ പിന്നെ ഇതിലെ ചെയർമാൻ അഹമ്മദ് ബിൻ റക്കാത്ത്, അതിൻ്റെ പിന്നെ ഓരോ സെക്ഷനിലുള്ള ആളുണ്ട്. അതിൻ്റെ ഒരു സെക്ഷനാണ് നമ്മുടെ മോഹനേട്ടൻ. മോഹനേട്ടൻ അപ്പോൾ മോഹനേട്ടൻ്റെ ചിറക് പറ്റിയിട്ട് ഇങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ഞാൻ. പിന്നെ മോഹനേട്ടൻ എനിക്ക് ഒരു വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചു തന്ന കാര്യം അത് ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് കഴിഞ്ഞ വർഷത്തെ വരെ നമ്മളുടെ എൻ്റെ ഒരു അനുഭവം. കാരണം ഞാൻ അത് കഴിഞ്ഞ മോഹനേട്ടനോട് ചോദിക്കും. കാരണം മോഹനേട്ടൻ ഇപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം 2025 മോഹനേട്ടനും ദേഹസ്യ ഉണ്ടായി. മോഹനേട്ടന് വരാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ എന്നോട് ടെലിഫോണിൽ ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും. ഞാനതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഒരു പരാതിയും പരിഭവം ഇല്ലാത്ത രീതിയിൽ ഈ വർഷവും ഈ കഴിഞ്ഞ വർഷം നമുക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് പുസ്തക പ്രകാശനം. അതെ, വളരെ കൃത്യമായി ആൾക്കാർക്ക് ആർക്കും തന്നെ പരാതികളില്ലാത്ത ഏറ്റവും മനോഹരമായിട്ടാണ് പുസ്തകമേള നടക്കുന്നത്. അത് അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു അണിയറ പ്രവർത്തകനാകുന്നതിൽ തന്നെ വളരെ സന്തോഷമല്ലേ. അല്ല, നല്ലൊരു നേതൃത്വം ഉണ്ടെങ്കിൽ അത് എവിടെ ആർക്കും ഏത് പരിപാടി വിജയിപ്പിക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഷാർജ ഭരണാധികാരി. കാരണം ഷെയ്ഖ് സുൽത്താൻ്റെ ഏറെ പ്രത്യേകത എന്താ വെച്ചാലും ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നുള്ളതാണ്. ഷെയ്ഖ് സുൽത്താൻ അതായത് ഭാഷാ പാണ്ഡിത്യമുള്ള നമ്മുടെ ശിഹാബുദ്ദീങ്ങളുടെ ലീഗിൻ്റെ പിന്നെ സമുന്നത ഈ ശിഹാബുദ്ദീങ്ങളൊപ്പരം അങ്ങ് പിന്നെ ഈജിപ്തിലെ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട് മലയാളി. ഏതായാലും ഇക്കയെ സംബന്ധിച്ചിടത്തോളം ഹമീദക്കയ്ക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലൂടെ അല്ലേ കിട്ടി. നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ അടുത്ത് കാണാനും ഈ പറയുമ്പോൾ അദ്ദേഹത്തിന് ചായ കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞ മഹാഭാഗ്യം. കമലഹാസൻ, മമ്മൂട്ടി, അങ്ങനെ വരുന്ന നീണ്ട നിര സെലിബ്രിറ്റീസൊക്കെ വന്ന് കണ്ടു. അവരുടെ അടുത്ത് പോയി ഒന്ന് ജസ്റ്റ് നിൽക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം. അതുമാത്രമല്ല
ഷാർജ ഭരണാധികാരിയുടെ ആ അതിൽ തന്നെ അതിൽ അവരുടെ കൂടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആ ഒരു ഫേമിലുണ്ട് എന്ന് പറയുന്നത് തന്നെ അതിലും വലിയ സന്തോഷം. ഷാർജ ബുക്ക് ഫെയറിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ജീവിതം പറഞ്ഞു, അതുപോലെ തന്നെ പുസ്തകം എഴുതാനൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സന്തോഷം ഏതായാലും ഉണ്ട്. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അതൊരു നല്ലതായി സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേര് കൂട്ടി നിർത്തി പാട്ടും ഗസലും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഒരു 2 ലൈൻ പാടാം. മെഹഫിൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. ഒരു 2 ലൈൻ പാടാവും. 2 ലൈൻ. അല്ല നമുക്ക് പറയാം, പാട്ടിന്റെ ആ ഒരു രാഗത്തിനനുസരിച്ച് താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ